കൊള്ളാം. തിരിച്ചു വരുമോ മീൻസ് നിവിൻ പോളിയുടെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് ഒരു സാധനം. നൈസ്, നല്ല ചിരിക്കാൻ മാത്രമുള്ളതുണ്ട്. നന്നായിട്ടുണ്ട്. നിവിൻ പോളിയുടെ പഴയൊരു കോമഡി വർക്ക് ആയിട്ടുണ്ട്. നൈസ്. നന്നായിട്ടുണ്ട്. ഒരു കുറച്ചൊരു എന്താ പറയാ, ഫീൽ ഗുഡ് ആണ്. നന്നായിട്ട് കാണാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, അത്യാവശ്യം കോമഡി ഉണ്ട്. ഒരു ആവറേജ് പടം. കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ. ആറാട്ടൻ തിരിച്ചു വന്ന പോലെ നിവിൻ പോളി തിരിച്ചു വന്നു. പടം ഉഗ്രനാണ്. ഒരു പാരസൈക്കോളജി അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഉഗ്രൻ ഡയറക്ഷനാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ക്രിസ്മസ് ഹിറ്റാണ്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, പിന്നെ ഫാമിലി പടമാണ്. ക്രിസ്മസിലെ ഏറ്റവും വലിയ ഹിറ്റാണ്. നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ക്രിസ്മസ് നോക്കി ആറാട്ടൻ തിരിച്ചു വന്ന പോലെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നിവിൻ പോളിയുടെ കാലമാണ്. ഉഗ്രൻ കോംപ്ലക്സ് ആയിട്ട് മോഹൻലാലും ശ്രീനിവാസൻ പോലെ ഉണ്ട്. ഡയറക്ഷൻ ഉഗ്രനാണ്. സത്യത്തിക്കാർ ഉഗ്രൻ ഡയറക്ഷനാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. തിയേറ്ററിൽ എല്ലാവരും പോയി കാണാം. നിവിൻ പോളി അങ്ങനെ ആരുടെ മനസ്സിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട്. അടിപൊളിയാണ്. അതെ അതെ, തീർച്ചയായും നല്ല ഫീൽ ഗുഡ് മൂവിയാ. നമുക്ക് സന്തോഷമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാ. സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടുപേരും നല്ല ഫീൽ ഗുഡാണ്. നല്ലൊരു ഫീൽ ഗുഡ് പടം. കുറെ നാൾക്ക് ശേഷം കണ്ടതിൽ നന്നായിട്ടുണ്ട്. പഴയ പോലെ തന്നെ നല്ല രസമുണ്ട്. നല്ല പടമായിരുന്നു. പഴയ നിവിൻ പോളി തിരിച്ചു വന്നു. നന്നായിരുന്നു. നല്ല കോമഡി. അല്ലല്ല, നല്ലൊരു ഫാമിലി മൂവി. അടിപൊളി അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നിവിൻ പോളിനെ നമുക്ക് ചിരിച്ച പോയിട്ട് കാണാൻ പിന്നെയും പറ്റിയല്ല. എന്ന് തോന്നി? സന്തോഷമായി. ഗംഭീര പടമാണ്. നിവിൻ്റെ അജുവിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും കൂടുമ്പോൾ അറിയാലോ, അവർ നല്ല സേഫായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ സേഫ് സോണാണിത്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കോമഡി സീരിയസ് ആണ്. നല്ല ഫണ്ണും ഉണ്ട്. ഫാമിലി ഓഡിയൻസിനെ പറ്റുള്ളൂ. ഇത് അവരുടെ പടമാണ്. നല്ല ഫിലിമാണ്. സാധാരണക്കാരൻ്റെ ഇമേജിലുള്ള ഒരു സിനിമ എന്നുള്ള ആ ഒരു ഫീലിലാണ് നമ്മൾ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത്. അത് തന്നെയാണ് നമുക്ക് സ്ക്രീനിനകത്ത് കിട്ടിയത്. ഈ നിവിൻ പോളി അജു വർഗീസ് കോംബോ എന്നുള്ളത് മുമ്പുള്ള ഒരു റിപ്പീറ്റേഷനും ഇല്ലാതെ അവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പം നമ്മൾ ശ്രീനിവാസൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഈ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ ഒക്കെ കണ്ടിട്ട് ഈ ഒരു ജനറേഷനിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്നുള്ള ഒരു കോംബോയാണിത്. അത് തീർത്തും നിരാശപ്പെടുത്തിയില്ല. അവരൊരു ഫ്രഷായിട്ട് തന്നെ പക്ഷേ ഈ സിനിമയിൽ അവരുടെ ഒരു പെയറിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു ഫാമിലി സിറ്റുവേഷനാണ്. ഒരു നമ്പൂതിരി കുടുംബം, പൂജ, അങ്ങനെ ഒരു 1-2 സീനുകളിൽ കോമഡി ആയിട്ടൊക്കെ കാണിച്ചത് അതിന് കുറച്ചുകൂടെ ഡെപ്തിൽ നല്ല ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹൊറർ കോമഡി ആയിട്ട് തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലല്ല, ഇമോഷണലി വളരെ കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ സത്യനന്ദിക്കാട് സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു പിന്നെ ഫീല് നമുക്ക് തരാൻ അഖിൽ സത്യന് സാധിച്ചിട്ടുണ്ട്. ടെക്നിക്കലി സിനിമ അടിപൊളിയാണ്. തിയേറ്ററിനകത്ത് എങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ചാണ്. ഫാമിലി ആയിട്ട് ഈ ക്രിസ്മസിന് ഉള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും സർവമായ തന്നെയാണ്. റിപ്പീറ്റ് വാച്ചിനുള്ള ഒരു സാധ്യത കൂടെ ഈ സിനിമ കാണുന്നുണ്ട്. കാരണം അത്രയും ലൈറ്റ് മൊമെൻറ്റ്സ് സമ്മാനിക്കുന്ന, കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് സർവമായ.